ദേഹേ ഏകദന്തം മഹാകായം സർവവിഘ്നഹരം ദേവം ഭഗവാനെ വിഘ്നേശ്വര. അതെ, ഞാൻ ഓഡിറ്റോറിയത്തിൽ നിന്ന് അഖിലമ്മയുടെ ഇറങ്ങിയായിരുന്നു. ഇല്ല ദാസേട്ടാ, മേട റെഡിയാവുന്നതേ ഉള്ളൂ. അതെ അല്ലേ? അപ്പോ കല്യാണിയോ? അറിയില്ല ദാസേട്ടാ, കല്യാണി ഇവിടെ ഇല്ലല്ലോ. ഇതുവരെ ഇങ്ങോട്ട് വന്നതേ ഇല്ല. എന്താ, അവൾ അവിടെ ഇല്ലേ? അതെ, ഞാൻ പെട്ടെന്ന് നോക്കിയിട്ടേ കണ്ണുപെട്ടില്ല. ചിലപ്പോൾ ഡ്രസ്സിംഗ് റൂമിലായിരിക്കും. ഓ, അത് ശരി. അപ്പം അതാണല്ലേ. ആ ശരി, വെക്കട്ടെ. ഇനി ഇതുപോലൊരു അപമാനം ദാസ് സഹിക്കാൻ കഴിയില്ല. എനിക്ക് മറ്റൊരാളുടെ മുഖത്ത് നോക്കാൻ. മുഹൂർത്ത സമയത്തിന് മുമ്പ് പഴയതുപോലെ എന്തെങ്കിലും കാരണം കൊണ്ട് ഈ കല്യാണം മുടക്കിയാൽ എല്ലാം അവസാനിപ്പിക്കും ഞാൻ. എല്ലാം. മുഹൂർത്തടുക്കും മുമ്പ് തന്നെ ഇതെടുക്കേണ്ട അവസ്ഥ വരുത്തിയല്ലോ ഈശ്വര. അച്ഛൻ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നു? അത് പിന്നെ സുജാതേച്ചി കാണാത്തതായിരിക്കും. ഞാനിപ്പോ സേവരണ്ണോട് ചോദിച്ചപ്പോ ചേച്ചി മേഡത്തിനോട് ഒപ്പം ഉണ്ടെന്നാണല്ലോ പറഞ്ഞേ. ഓഹോ, വീണ്ടും എന്നെ മണ്ടനാക്കാനാണോ ഉദ്ദേശം? രണ്ടാളും ഇങ്ങനെ ചോദിച്ചത് നീ പറയില്ല. നിന്നെ കൊണ്ട് പറയിപ്പിക്കാമോ എന്ന് ഞാൻ നോക്കട്ടെ. അച്ഛൻ എന്തൊക്കെയാ കാണിക്കുന്നേ? എന്തേ കുപ്പിയില്? ചാകാനുള്ള വിഷം. ഇല്ല, അങ്ങോട്ട് മാറി. അഖില മേഡം എന്താ ജോലി ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. കല്യാണ ദിവസവും ജോലി ഒന്ന് ചോദിച്ച് ദാസേട്ടനോട് എനിക്ക് മുഷിയേണ്ടി വന്നു. അതൊക്കെ പോട്ടെ, മുഹൂർത്തം അടുക്കുന്നു. മോള് വേഗം റെഡി ആയിട്ട് വാ. വേണമെങ്കിൽ ഞാനിവിടെ സഹായിക്കാം. അയ്യോ വേണ്ട, ഞാൻ വേഗം റെഡി ആയിക്കോളാം. ആ ശരി. അനികൂട്ട വാ. നീരജിന് എന്തു പറ്റി ആന്റി? ഇടി നിന്നെ. നീരജ് അവിടെ എന്ത് ചെയ്യാന്ന്? എന്ത് ചെയ്യാൻ? മറ്റുള്ളവരെ പോലെ നീരജും നിൽക്കുന്നു. കല്യാണിയോ? അത് കൊള്ളാം. കല്യാണിയും നീരജും ഒരുമിച്ച് സംസാരിച്ചോണ്ട് നിക്കല്ലേ അവിടെ. ദേ, നീ പോയില്ലെങ്കിൽ പോയില്ലെന്ന് പറഞ്ഞാ മതി. കല്യാണി നീരജിനൊപ്പം നിൽക്കുന്നു പോലും. ആന്റി, ഞാൻ സത്യവാ പറയുന്നേ. അതെ, എന്റെ കൺട്രോൾ പോയാലുണ്ടല്ലോ. ആന്റി, ദേ, നിങ്ങൾക്ക് വിശ്വാസാവുന്നില്ലെങ്കിൽ ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ട്. ഇത് കണ്ടു നോക്ക്. ജ്യൂസ്
അതും പോയി. ഇത് പൂർവികരുടെ ആശീർവാദം വാങ്ങി കയ്യിൽ കാപ്പ് കിട്ടുന്ന ചടങ്ങ. ഓ. തൃച്ചംബരത്തെ പരമ്പരാഗത ആചാരമാ. അതെ അതെ അതെ. ആദ്യം ഗൃഹനാഥനായ ശിവരാമേട്ടനെയും അഖിലേച്ചിയെ മുന്നിലിരുത്തി ദീപമൊഴിഞ്ഞ് പ്രാർത്ഥന നടത്തും. അത് കഴിഞ്ഞേ ഉള്ളൂ വധുവിന്റെ കയ്യില് കാപ്പ് കെട്ടൽ ചടങ്ങ്. അതും കഴിഞ്ഞ് താലികെട്ടലുണ്ടാവും. എനിക്കപ്പോഴേ തോന്നി എന്തു തോന്നിയെന്ന്? ഇതുപോലെ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ചടങ്ങായിരിക്കുമെന്ന്. ദേ മനുഷ്യ, അടങ്ങിയിരിക്കും. ഇതെങ്ങനെ അഖിലാമേടം കേട്ടാലുള്ള കാര്യം അറിയാലോ. എല്ലാം റെഡിയാണല്ലോ. പൂജ തുടങ്ങാം അല്ലേ തിരുമേനി? തുടങ്ങാം. രണ്ടുപേരും ഇങ്ങോട്ടിരിക്കുക. കൃഷ്ണട്ട. ഇനി കൂപ്പുകൈകളോടെ മനസ്സിൽ മംഗളകർമ്മത്തിന് അനുവാദം ചോദിച്ച് എഴുന്നേൽക്കുക. ഇനി എഴുന്നേറ്റ് അച്ഛന്റെയും അമ്മയുടെയും കാൽപാദം നമസ്കരിക്കുക. ഇനി എല്ലാ ഐശ്വര്യങ്ങളും തരണമെന്ന് പ്രാർത്ഥിച്ച് ഇരു കൈകളും ചേർത്ത് ഈ പുഷ്പം ഹോമകുണ്ഡത്തിൽ അർപ്പിക്കുക. അതാ ഹോമകുണ്ടത്തിൽ തന്നെ വീണമായിരുന്നു. മോശം. അതൊന്നും സാരമില്ല. കെട്ടിയത് മുറുകാത്തതുകൊണ്ടാ. അതൊന്ന് മുറുക്കി കെട്ടിക്കൊടുക്ക തിരുമേനി. ഏയ്, അത് സാരമില്ല. സ്വയം അഴിഞ്ഞതല്ലേ. ഏയ്, അതിൽ ദോഷമൊന്നും കാണുന്നില്ല. ഇനി കെട്ടണമെന്നില്ല. എഴുന്നേൽക്കാം. ആനന്ദ് വന്നോട്ടെ. ആ ജയന്തി, അങ്കിളെ. ഗംഗയ്ക്ക് കൂട്ടായിട്ട് നീ ഇവിടെ നിൽക്കണം. ശരി അങ്കിളെ.
ആ മേനോനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. ശരി. പോ. പോ. എളേമേ, താങ്ക്സ് എ ലോട്ട്. ശരി. നമസ്കാരം. നമസ്കാരം. ദാസേട്ടാ. അയ്യോ വേണ്ട വലിയ കത്തിച്ചോ ദാസേട്ടാ? നമസ്കാരം. നിങ്ങൾ പങ്കെടുത്ത എല്ലാ ജോഡികൾക്കും എന്ത് ആവശ്യത്തിനും ഞങ്ങളെ തേടി വരാം. എന്തായാലും മുഹൂർത്തം തിരിക്കാൻ നിൽക്കട്ടെ. അത് നമുക്കായി കാത്തു നിന്നൊന്നും വരില്ല. കല്യാണ ചടങ്ങുകൾ നടക്കട്ടെ. ആയിക്കോട്ടെ. അരവിന്ദ്, സുബ്രു, അമ്മേ, കല്യാണത്തിന്റെ എല്ലാ അറേഞ്ച്മെന്റ്സും ഓക്കെ ആണോ എന്നൊന്ന് നോക്കി വരണം. ആ ശരി അമ്മ. സുഗുണം. ആ അടുക്കളക്കാരി കാമുകിയുടെ കഴുത്തില് മറ്റൊരുത്തൻ താലി കെട്ടുന്നത് നേരിട്ട് കണ്ട് ചങ്ക് പൊടിയട്ടെ എന്ന് പ്ലാൻ ചെയ്താ ഇവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. ഇവന്മാരിപ്പോ വേറെ പ്ലാനിങ്ങിലാണെന്നാ തോന്നുന്നത്. ഏതായാലും നിന്റെയൊക്കെ പിന്നിൽ എന്റെ ഒരു കണ്ണുണ്ടാവും. ചേച്ചി, എന്നാലേ ഞാനും കൂടി പോയി എല്ലാം ഒന്ന് നോക്കിയിട്ട് വരട്ടെ. ഇക്കാര്യം കല്യാണിക്ക് പോലും അറിയില്ല. അത് ശരി. അപ്പൊ ഇങ്ങനൊരു ബന്ധം ഉണ്ടായിരുന്നല്ലേ? നീരജ് ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു എന്നുള്ള കാര്യം ഞങ്ങളെന്ന് മറക്കണ്ടായിരുന്നു ബ്രോ. സോറി, വേറൊന്നും കൊണ്ടല്ല. അപ്പോഴത് രഹസ്യമായി വെക്കാനേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. ഈ പ്ലാൻ വർക്കൗട്ട് ആവില്ലേ? ഉറപ്പായിട്ടും ഇത് നമ്മൾ വർക്കൗട്ട് ആക്കും. അതെ അതെ, ഇതുവരെ ഇറങ്ങിയില്ലേ ബ്രോ? അങ്ങോട്ട് നോക്കല്ലേ, പറയുമ്പോ നമ്മളെ തന്നെ വാച്ച് ചെയ്തോണ്ടിരിക്കും. പറയാം. ഇത് പരമ്പരാഗത മാലയല്ലേ? നിങ്ങളുടെ മുത്തച്ഛൻ്റെ മുത്തശ്ശിയുടെ ഒക്കെ പടമുള്ളത്.
അതെ, അത് തന്നെ. പക്ഷേ ഇതിലെ ലോക്കറ്റിൽ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും പടമല്ല, എന്റെയും കല്യാണിയുടെയും പടവാ. ഐഡിയ ഞാൻ പറയാം. പക്ഷേ ഈ മാല എങ്ങനെ മാറ്റും? അത് ഈസി അല്ലേ? ഈ 2 മാലകളും കല്യാണി കഴുത്തിലണിയും. ആദ്യം എന്റെയും കല്യാണിയുടെയും ഫോട്ടോ വെച്ച മാല പുറത്തിടും. അത് കണ്ട് ഇളയമ്മ അമ്മയെ വിളിച്ചുകൊണ്ടുവരാൻ പോകുന്ന സമയത്ത് മാല മാറ്റിയിടും. സംഗതി ഓക്കെ അല്ലേ? സൂപ്പർ. വിലാസിനി ആന്റിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇവന്മാരെന്തൊക്കെയോ വലിയ പ്ലാനുകളാണല്ലോ ചർച്ച ചെയ്യുന്നത്. സാരമില്ല, ഞാൻ കണ്ടുപിടിച്ചോളാം. കല്യാണി, എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ. ആനന്ദ്, ആനന്ദ്, നിനക്കെന്താ ഇപ്പൊ ഇവിടെ കാര്യം? അതെ, നിന്നെ അപ്പുറത്ത് ചേച്ചി അന്വേഷിക്കുന്നുണ്ട്. അങ്ങോട്ട് ചെല്ല്. വാടി. എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ആകെ ടെൻഷനാവുന്നു. അതെ, ഇവിടെ 3 എണ്ണവും കൂടി പല പല പ്ലാനുകൾ ചെയ്തോണ്ടിരിക്കുക. ഞാൻ അവന്മാരുടെ പുറകെ തന്നെ ഉണ്ട്. നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഞാൻ അകത്തേക്കൊന്ന് പോയി നോക്കട്ടെ, കേട്ടോ? ശരി ആന്റി. ഓക്കെ എന്നാ. എന്തു പറ്റിച്ച മുഖത്തൊരു വല്ലായിക? അത് മുഖത്തിന്റെ അല്ല, മനസ്സിന്റെയാ. ഇവിടെ എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന് ഒരങ്കലാപ്പ്, ഭയം. ഒരു അങ്കലാപ്പും ഭയവും വേണ്ടച്ച. അമ്മ എടുത്തു തരുന്ന താലി മുഹൂർത്തം തെറ്റാതെ ഞാൻ കല്യാണിയുടെ കഴുത്തിൽ കെട്ടാൻ പോകുന്നു.
നീ നിന്റെ അമ്മയെക്കുറിച്ച് ആലോചിച്ചില്ലേ ആനന്ദ്? നീ മനസ്സിലാക്കിയതുപോലെ അവളെ മറ്റാരും മനസ്സിലാക്കിയിട്ടില്ലെന്നായിരുന്നു എന്റെ ഇത്രയും നാളത്തെ ആലോചന. സ്വാമി, ഈ കല്യാണം നടക്കോ ഇല്ലയോ എന്ന് അറിയാനോ? അതിനേക്കാളും നല്ലത് കല്യാണം നടക്കോ അച്ഛൻ ജീവനോട് ഉണ്ടോന്ന് പൂട്ട് നോക്ക്. നേരത്തെ പറഞ്ഞതിന് എനിക്കിപ്പോഴും പറയാനുള്ളത്, എന്തെങ്കിലും കാരണവശാൽ ഇപ്പൊ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന പയ്യനുമായിട്ടുള്ള നിന്റെ ഈ കല്യാണം മുടങ്ങിയാൽ പിന്നെ എന്റെ ശവമായിരിക്കും നീ കാണുന്നത്. അവളുടെ ഒരു പൂവിട്ട് നോക്കല്. അവിടെ കല്യാണ മണ്ഡപത്തിലേ കല്യാണ പെണ്ണുങ്ങളെല്ലാം ഒരുങ്ങി നിൽക്കുക. വാടിയുടെ ബ്രോ, താലികെട്ടിന് സമയമാവുന്നു. ഇനി ഇളയമേനോടൊന്ന് മാറ്റിയില്ലെങ്കിലേ സംഗതികളാകെ കുഴയും. ഇവന്മാരുടെ പ്ലാൻ എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. കല്യാണി, ടെൻഷനൊന്നും വേണ്ട. നീയും ആനന്ദും തമ്മിലുള്ള കല്യാണം നടക്കാൻ പോകുന്നത്. ഇപ്പൊ നീ ആ മാലയുടെ ലോക്കറ്റ് വിലാസിനെ ആന്റിയെ കാണത്തക്ക രീതിയിൽ ഓപ്പൺ ആക്കിയിട്ട്. ശരി കല്യാണി, ഞാൻ പോകുന്നു. അതല്ലേടി നിന്റെയൊക്കെ പ്ലാൻ. ഇളയമ്മ പ്രശ്നം വഷളാക്കുന്നു വിചാരിച്ചപ്പോ സൗഹൃദ സംഭാഷണമാണല്ലോ ബ്രോ. എന്നെ ഇവിടുന്ന് പുറത്താക്കാനുള്ള പ്ലാൻ ഒക്കെ സൂപ്പർ. പക്ഷേ നിന്റെ കഴുത്തിൽ നീരജ് താലി കെട്ടുന്നത് വരെ ഞാൻ നിന്നെ വിട്ട് എവിടെയും പോകാൻ പോകുന്നില്ല. കൂടെ തന്നെ ഉണ്ടാവും ഈ വിലാസിനി. ഞാൻ കണ്ടു കഴിഞ്ഞല്ലോ. പിന്നെ ഇനി എന്തിനാ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നേ? ഇനി അങ്ങ് അടച്ചൂടെ? നീരജിന്റെ അമ്മയ്ക്ക് പിന്നെ ഈ 2 ഗുളികളും ഇളയമയ്ക്ക്. ഒന്നില്ലെങ്കിൽ പാവ നമ്മളുടെ സ്നേഹമുള്ള ഇളയമല്ലേ, കുറയ്ക്കാൻ പറ്റുമോ? നന്നായിട്ട് കല കളിക്ക.
ഇത് നമ്മൾ കൊണ്ടായി ശരിയാവില്ല. ആരെങ്കിലുടെയും കൈ കൊടുക്കണം. എന്താ ദാസേട്ടാ, കല്യാണിയുടെ കല്യാണം നടക്കുമെന്ന് വിശ്വാസമില്ലേ ദാസേട്ടന്? കല്യാണിയുടെ കല്യാണം നല്ലതുപോലെ നടക്കും. എന്താ, എന്നെ വിശ്വാസമില്ലേ ദാസേട്ടന്? അത് വിശ്വാസമാണെങ്കിൽ ദാസേട്ടൻ വെള്ളം കുടിച്ചോളൂ. മാഡം, അത് ഒന്നും പറയണ്ട. ഇനി കുറച്ച് നിമിഷങ്ങൾക്കകം കല്യാണിയുടെ കഴുത്തിൽ താലി കയറിയിരിക്കും. പാവം. എന്താ ഇത്? ഇത് വൈറ്റ് സ്പ്രേ ആണമ്മേ. താലികെട്ട് കുറച്ച് ഗ്രാൻഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ആന്റി, ഇതിപ്പോ എല്ലാ സെലിബ്രേഷനും ഉള്ളതാ. അതൊന്നും വേണ്ട, ഇതെല്ലാം അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ. ദേവി, ഈ സ്പ്രേ വെച്ചല്ലേ എന്റെ കഴുത്തിലെ താലി കെട്ടാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്? മാഡം ആ സ്പ്രേ വേണ്ടെന്ന് പറയുകയും ചെയ്തല്ലോ. വല്യോ, ഇനി എന്താ ചെയ്യാ? പേടിയാവുന്നു എനിക്ക്. പ്ലാനെല്ലാം പൊളിഞ്ഞല്ലോ. ഇനി എന്താ ഒരു വഴി? ഇനി എന്തിനാ കല്യാണി ഭയം? അമ്മ എടുത്തു തന്ന താലി ഞാൻ നിന്റെ കഴുത്തി കെട്ടിയില്ലേ? ഇവിടെ എന്റെ കഴുത്തിലെ താലി കെട്ടി അവിടെ എന്ത് ചെയ്യും വല്ലുകുഞ്ഞെ? അത് നീ അവിടെ വന്ന് നോക്കി കെട്ടിയോളെ.
ലോക്കറ്റിന്റെ പണി പാളിയപ്പോ മറ്റൊരു ഓപ്ഷനോട് കരുതി വെക്കാൻ ആനന്ദ് പറഞ്ഞതാ. ഏതായാലും അതങ്ങ് വർക്കൗട്ടായി. വാ എല്ലാരും പോയി. ഇനി അവിടുത്തെ കടമ്പയോടും കടന്ന നമ്മൾ രക്ഷപ്പെട്ടു. അതത്ര പെട്ടെന്ന് ചാടിക്കടക്കാൻ പറ്റുന്ന കടമ്പയല്ല. വാ പോ. താമസിച്ചു പോയോ? ചെല്ലു. കിട്ടിയിട്ട് വന്നല്ലേ ഉള്ളൂ. ആനന്ദ്, ഇവിടെ നീ എന്ത് ചെയ്യുന്നു ഓർക്കുമ്പോ എനിക്ക് തന്നെ ടെൻഷൻ കയറിയിട്ട് തല ഇറങ്ങുന്നു. നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട. ഇനി എന്ത് വന്നാലും ഞാൻ ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടാനൊന്നും പോകുന്നില്ല. ബ്രോ അതെങ്ങനെ സാധിക്കുന്നു പറ. അതെ, എന്താ നിന്റെ പ്ലാൻ? വെയിറ്റ് ആൻഡ് സീ. ആനന്ദ്, ആ കിണ്ടി എടുക്ക്. 3 തവണ ധ്യാനിച്ച് തീർത്ഥം തെളിക്ക്. ചെന്നിരിക്കും. വീട്ടില് ബോംബ് വെച്ചിരിക്കുന്നു. എന്റെ ഈശ്വരാ, ഞാൻ ബോംബ് വെച്ച കാര്യം പോലീസ് എങ്ങനെ അറിഞ്ഞു? നോ, ഇത് ഞാൻ വിശ്വസിക്കില്ല. ഈ കല്യാണം മുടക്കാൻ ആ പ്രിയങ്ക കളിക്കുന്ന കളിയായത്. വേണ്ട, ചിലപ്പോൾ ഈ ഇൻഫർമേഷൻ കറക്റ്റ് ആണ്. യു ക്യാൻ ക്യാരി ഓൺ സർ. നിങ്ങൾ എൻ്റെ കൂടെ വരും. നിങ്ങൾ അങ്ങോട്ട് പോയി നോക്കും. എല്ലാവരും ഒന്ന് ഇരിക്കണം. ഇവിടെ ഒരു പ്രശ്നമില്ല, പ്ലീസ്. ഇവരിപ്പോ സെർച്ച് പൂർത്തിയാക്കിയിട്ട് ബോംബില്ലെന്ന് പറഞ്ഞിട്ട് പോവും. ആ സമയം കൊണ്ട് പെണ്ണ് മാറാനൊന്നും പോകുന്നില്ലല്ലോ.
ഇപ്പോഴും നീ കെട്ടേണ്ടത് ആ ഗംഗയെ തന്നെയല്ലേ? എന്നാൽ അതല്ല ഇതിലെ ട്വിസ്റ്റ്. ബോംബ് സ്ക്വാഡിന്റെയും പോലീസിന്റെയും സെർച്ച് കഴിയുമ്പോൾ കല്യാണ മുഹൂർത്തം കഴിയും. ഗുരുജി കുറിച്ച മുഹൂർത്തം തെറ്റിച്ച് താലി കെട്ടാൻ അമ്മ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മ തന്നെ ഈ താലികെട്ട് മുടക്കും. യു സെർച്ച് ദേർ. ഡീആക്ടിവേറ്റ് ചെയ്യാതെ ആരോടും അകത്തേക്ക് കയറി വരരുതെന്ന് പറയും. യെസ് സാർ. മാഡം, സഹകരിച്ചതിന് നന്ദി. നടന്നുകൊണ്ടിരുന്ന ചടങ്ങ് നടക്കട്ടെ. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. ഇങ്ങനെയൊരു ഇൻഫർമേഷൻ കിട്ടിയ ഉടനെ DYSP ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം വരുന്നതുവരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. നടക്ക്. ആനന്ദ്, താലി വാങ്ങി ഗംഗയുടെ കഴുത്തി കെട്ട്. കെട്ടാൻ പറഞ്ഞില്ലേ? ചേച്ചി, ദേ സമയം പോകുന്നു. താലി കെട്ടാൻ പറയേ. ചേച്ചി പറഞ്ഞാലേ ആനന്ദ് കെട്ടു. ചേച്ചി, എന്തൊക്കെയാ ചേച്ചി ഇത്? മുഹൂർത്തം ചെറുതായിട്ടൊന്ന് തെറ്റിയെന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ചേച്ചി ആനന്ദിനോട് താലി കെട്ടാൻ പറയാ. എങ്ങനെയെങ്കിലും കല്യാണം നടന്നാ പോരാ, അവരുടെ ജീവിതവും നന്നായിരിക്കണം. അതിനാ നല്ല മുഹൂർത്തം നോക്കി താലി കെട്ടുന്നത്. ആ മനസ്സ് തളരണം. അതിന് ഏകമാർഗം തന്റെ ദൗർബല്യമായ ഭർത്താവ് നഷ്ടപ്പെടണം. അതെ, ആ നെറുകയിലെ കുങ്കുമം മായണം. നീ എന്തു വിചാരിച്ചു തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയെ പറ്റി? ഈ എന്നെയോ എന്റെ ഭർത്താവിനെയോ മക്കളെയോ കൊന്ന് നിനക്ക് വിജയിക്കാന്നോ? നിന്റെ തോക്കിൽ തറച്ച ബുള്ളറ്റ് ആ നെറുകയിലേക്ക് തുളച്ചു കയറാൻ അധിക സമയമൊന്നും വേണ്ട. നിന്റെ വിഷം കലർന്ന രക്തം മംഗളകാര്യത്തിനൊരുങ്ങിയ ഈ മണ്ണിൽ വീഴണ്ടാന്ന് വെച്ചാ ഇപ്പൊ നിന്നെ ജീവനോടെ വിടുന്നത്. ഇവക്കിതെന്തു പറ്റി? ഗംഗയുടെ കല്യാണം മുടങ്ങിയതിൽ സന്തോഷാണെന്നോ? ഞാൻ തൃച്ചംബരത്തെ മൂത്ത മരുമകളാകണമെന്ന് പറഞ്ഞിരുന്ന പ്രിയങ്ക ഇപ്പൊ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? എന്റെ ആനന്ദിന്റെയും കല്യാണം ബോധപൂർവം മുടക്കിയതാണെന്നോ?
വാ പോവാം. നിക്കടി അവിടെ. അവളെ കൊണ്ടുപോകാൻ വരട്ടെ.